ഐറൂസിൻ്റെ കുരുത്തക്കേടുകളൊക്കെ നല്ല രീതിയിൽ മിസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റത്. കുറേ നേരം അവിടെയും ഇവിടെയൊക്കെ തങ്ങി നിന്നുകൊണ്ടാണ് ഞാൻ കിച്ചണിക്ക് എത്തിയത് കേട്ടോ. ഒരു 4 ആളെ പണി ഒരു ഒറ്റയടിക്ക് എടുക്കുന്ന ഓനെയും പോയപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഗ്യാപ്പ്, ഒരുപാട് സമയമൊക്കെ ബാക്കിയുള്ള പോലെ തോന്നുക കേട്ടോ. കുറേ നേരം ഒഴിവ് പോലെയൊക്കെ തോന്നി. മറ്റേ എഴുന്നേറ്റ് ഓൻ്റെ പിന്നാലെ ഓടുന്ന നേരമൊക്കെ ഞാൻ ഇപ്പോൾ ചുമ്മാ ഇരിക്കല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഡ്യൂട്ടീസുകളൊക്കെ ഉണ്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്നലെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാനോ മസാല പുരട്ടി വെക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേഗം ഞാൻ ഫ്രീസർക്ക് അങ്ങോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നല്ല ഉറച്ച് നിൽക്കുന്നു, ഐസ് കട്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് ഊറ്റി കഴുകി ഇതാ ജസ്റ്റ് ഒന്ന് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സ്ലോ ആയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഇതുമോ സ്കൂൾക്കും മദ്രസ്ക്കും ഒന്നും പറഞ്ഞേക്കണില്ല. അവൾക്ക് ഇന്നലെ കണ്ട് ചെറുതായിട്ട് ഞാൻ പറഞ്ഞത് പനി, ഒരു തലവേദന തലമിന്നൽ പോലെയൊക്കെ തോന്നിയതുകൊണ്ടേ. അപ്പോൾ ഇന്ന് മരുന്നൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ട്, സുഖമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളെ പറഞ്ഞേക്കാന്നൊക്കെയാണ് പ്ലാൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് റിലാക്സിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. സ്കൂൾക്ക് പോകുമ്പോഴല്ലേ നമുക്ക് തിരക്കൂട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പക്ഷേ എൻ്റെ കെട്ടിയാൻ വന്നപ്പോൾ ഫുഡൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചിക്കൻ കറി അങ്ങനെ അവിടെ ഒരു അടുപ്പത്ത് അങ്ങനെ തിളക്കുന്നുണ്ട്. മൂപ്പര് വന്നതിന് ശേഷമാണ് ഇതാ ഞാനിങ്ങനെ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. ദോശ ആകുമ്പോൾ നമുക്കെല്ലാവർക്കും ചൂടോടുകൂടി കഴിക്കാനായിരിക്കുമല്ലോ അല്ലേ ആഗ്രഹം. എന്തായാലും ദോശയൊക്കെ ചുട്ടപ്പോഴേക്കും നമ്മൾ ചിക്കൻ വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുഡ് അങ്ങോട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ വേഗം വേഗം ടേബിൾ മേലെ അങ്ങനെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. നല്ല ദോശയും നെയ്യൊക്കെ വെച്ചിട്ടുള്ള ദോശയും ചിക്കൻ കറിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിച്ച് നമുക്ക് പിന്നെ നല്ല രാവിലെ തന്നെ ചായ കിട്ടണം. അപ്പോൾ മൂപ്പർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും എഴുന്നേറ്റിട്ടില്ല. അവൾ നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങി ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറിക്കോട്ടെ എന്ന് കരുതി. രാത്രി ഒരു ഗുളികയൊക്കെ ഉണ്ട്, ഒരു പൊട്ട് ഗുളികയൊക്കെ അലർജീൻ്റെ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് കുടിച്ചാൽ തന്നെ നമുക്കൊരു മയക്കാവുമല്ലോ. അപ്പോൾ അതുള്ളതുകൊണ്ട് ഞാൻ ക്ഷീണമൊക്കെ മാറി എഴുന്നേറ്റിട്ടോ എന്ന് കരുതിയിട്ട് അവളെ വിളിക്കാനും ഉണർത്താനൊന്നും പോയിട്ടില്ല കേട്ടോ. അവനെന്താ ഞങ്ങൾ ചായ കുടിക്കണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.